സീസൺ 7 അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലാലേട്ടൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ അനുമോൾക്ക് കഴിയണമെന്നാണ് പ്രാർത്ഥന. ഒരുപാട് കരഞ്ഞ് കരച്ചിൽ നാടകം എടുത്ത് എന്നൊക്കെ എല്ലാവരും പറയുമ്പോഴും അവസാന നിമിഷം നെഞ്ചു പൊട്ടിക്കരഞ്ഞ അനുമോളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അനുമോൾ ലാലേട്ടൻ്റെ കൈ പിടിച്ച് ചിരിച്ചുകൊണ്ട് വരുന്നതും കാണാനായിട്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അനുമോളുടെ സങ്കടവും കരച്ചിലും ഒക്കെ കണ്ടപ്പം എനിക്ക് അനുമോളെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ അനുമോളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഈ ബിഗ് ബോസ് കണ്ട അനുമോളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഓരോ സീസണിലും ഇങ്ങനെ നോക്കാറുണ്ട് ലാലേട്ടൻ്റെ വലത് കൈ പിടിച്ച് വരുന്ന ആരാണെന്ന്. സീസൺ 1 വലത് കൈ പിടിച്ച് വന്നത് സാബുമോനാണ് ആ സീസണിൽ ജയിച്ചത്. അതുപോലെ ഞാൻ കാത്തിരുന്നു രണ്ടാമത്തെ സീസണിൽ ലാലേട്ടൻ്റെ വലത് കൈയിൽ ആരാണ് പിടിക്കുന്നതെന്ന്. പക്ഷേ ആ വർഷം കൊറോണ മൂലം ആ സീസൺ നിർത്തിവെച്ചിരുന്നു. പിന്നെ ഞാൻ അടുത്ത സീസൺ കാത്തിരുന്ന് അടുത്ത സീസൺ 3 ലാലേട്ടൻ്റെ വലത് കൈയിൽ ആരാണ് പിടിച്ചതെന്ന് നോക്കി. അപ്പോൾ അത് മണിക്കുട്ടനായിരുന്നു. കറക്റ്റായിട്ട് അത് മണിക്കുട്ടനായിരുന്നു വിന്നായത് ആ വർഷം. അടുത്ത സീസണായിരുന്നു സീസൺ 4. ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നോക്കുന്നത് ആദ്യം ലാലേട്ടൻ്റെ വലത് സൈഡിൽ ആരാണെന്നുള്ളതാണ്. അപ്പോൾ ദിൽഷയായിരുന്നു. കറക്റ്റ് അത് ദിൽഷ ജയിച്ച്. അടുത്ത വർഷവും ഞാൻ കാത്തിരുന്നു. അതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ റിസൾട്ട് വരുമെങ്കിലും എൻ്റെ ഒരു വിശ്വാസമായിരുന്നു ഇത്. ഞാൻ അടുത്ത വർഷവും കാത്തിരുന്നു ലാലേട്ടൻ്റെ വലത് കൈയിൽ ആരാണെന്ന്. അത് കറക്റ്റായിട്ട് അഖിൽമാരായിരുന്നു. ആ സീസണിൽ അഖിൽമാരാർ കപ്പ് തൂക്കി. അടുത്ത സീസൺ 6 ഞാൻ കാത്തിരുന്നു. ആ സീസൺ 6 ലാലേട്ടൻ്റെ വലത് കൈയും പിടിച്ച് വന്നത് ജിൻഡോയായിരുന്നു. അങ്ങനെ ജിൻഡോയും കപ്പ് തൂക്കി. ഈ വർഷം ഞാൻ അതുപോലെ കാത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം വന്നെങ്കിലും ഞാൻ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ലാലേട്ടൻ്റെ വലത് സൈഡിൽ അനുമോളുടെ കൈ ആയിരിക്കണമെന്ന്. പ്രാർത്ഥനകളോടെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ സോങ് വെച്ച് നോക്കിയാൽ അതിന് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആൾ അനുമോൾ തന്നെയാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് അനുമോളെ.